അങ്ങനെ നമ്മുടെ ചെറുവാരണത്തിൻ്റെ തകിടം മറിഞ്ഞ് തല്ലിപ്പള്ളി റോഡ് നന്നാക്കുകയാണ് കേട്ടോ. ഞാൻ കളിയാക്കി എപ്പോഴും പറയും, നമ്മുടെ വെള്ളിമൂങ്ങ സിനിമയിൽ മെമ്പറിൻ്റെയും മാമച്ചൻ്റെയും നടുക്കുകൂടെ, അതായത് അവരുടെ വീടിൻ്റെ നടുക്കുകൂടെ നടക്കുന്ന പോലെ ഇത്തിരി ഭാഗം മാത്രം ആർക്കും വേണ്ടാതെ ടാറിടാതെ ഇട്ടിരിക്കുകയാണ്. എന്താണോ നമ്മളോടിങ്ങനെ എന്ന് എപ്പോഴും പറയും. കാരണം പാലക്കാത്ര അപ്പുറം തൊട്ടും ഇന്ദിര ചേച്ചിയുടെ വടക്കോരം തൊട്ടും അങ്ങോട്ട് ടാറിട്ടിട്ടുണ്ട്. പിന്നെ പോയിട്ട് ഞങ്ങൾ 3-4 വീട്ടുകാർ മാത്രം. എന്തോ ഇതുവരെയുള്ള പഞ്ചവത്സര പദ്ധതികളിലൊന്നും ഉൾപ്പെടാതെ പോയെങ്കിലും ഇപ്രാവശ്യം സംഭവം പരിഗണിച്ചു കേട്ടോ. ഉഷച്ചേച്ചി മുറ്റോടിയൊക്കെ കഴിഞ്ഞ് ചവറുകൂനയിലേക്ക് കൂട്ടിയിടാൻ വന്നാണ് കേട്ടോ. ഇതിത്തിരി പഴക്കമുള്ളതാ, ഒരുപാടല്ല, 2 മാസം മുമ്പ്. ബട്ടർഫ്ലൈ ചെടീനെ ചെടിച്ചട്ടിയിൽ നട്ടാലും പുള്ളിക്കാരത്തി വളരത്തില്ല, തന്നെ കിളുത്ത് വരും. ഇവൻ ഇത്തിരി അഹങ്കാരി ചെമ്മീനാണെന്ന് തോന്നുന്നു. ഇത്രയും വലിയ ചമ്മന്തി അരച്ചിട്ട് അവൻ മാത്രം ഒരു പോറിൽ പോലും പറ്റാതെന്ന് വരട്ടെ എന്ന പോലെ നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയത്തില്ലേ, അതാണെന്ന് തോന്നുന്നു അവൻ. ഏതായാലും ഈ വീഡിയോസൊക്കെ ഞാനിങ്ങ് ദുബായിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് ജസ്റ്റ് 2 മാസം പോലും ആകുന്നതിന് മുമ്പ് എടുത്താൽ കേട്ടോ. കാലക്രമേണയും സമയപരിമിതിയും മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ മാനസികമായിട്ട് നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല. ഓരോ വീഡിയോയും അതിൻ്റെ കഥകളും ഒക്കെ മനോഹരമാക്കണമെങ്കിൽ അത് കൊടുക്കുന്ന ആളുടെ മനസ്സും സങ്കടങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പല വീഡിയോസും കാലക്രമേണ അനുസരിച്ചിടാൻ എനിക്ക് പറ്റിയിട്ടില്ല. എങ്കിലും ഇനിയും കറക്റ്റായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്താം. തണ്ണീർമുക്കം പള്ളിയിലൊന്ന് പോയി, കാണേണ്ടവരെയൊക്കെ കണ്ടു. തിരിച്ചു വന്നപ്പം ജാക്കി എന്തോ സങ്കടപ്പെട്ട് കിടക്കുവാണ്. ആൻറ്റിയുടെ ബന്ധിത്തോട്ടാകട്ടെ കണ്ടത്. ഇക്കരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ള എല്ലാ കാഴ്ചകളും കാണാം. ഇപ്പം എനിക്കെൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസായിട്ട് തോന്നിയിട്ടുണ്ട്, സ്പോട്ടായിട്ട് തോന്നിയിട്ടുണ്ട് തണ്ണീർമുക്കത്തെ വീട്ടിലെ ടെറസ്. ആ കാണുന്നതാണ് കേട്ടോ ബസ് സ്റ്റോപ്പും റോഡും. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരാൻ ശരിക്കുള്ള വഴിയില്ല. ഇടവഴികളിലൂടെ 2-3 ഒക്കെ കയറി നടന്നു വേണം വീട്ടിലേക്ക് എത്താൻ. എന്താ കാർന്നോമാർ ചെയ്ത ചെറിയൊരു മണ്ടത്തരം. രേഖകളിലൊക്കെ വഴി വേണമെന്ന് എഴുതിപ്പെടുത്താതെ ആൾക്കാർക്ക് കൊടുത്തു. ഈ സ്നേഹവും സൗഹൃദവും ബന്ധങ്ങളൊക്കെ നോക്കി വന്നപ്പോഴത്തേക്ക് രേഖകൾ നോക്കാൻ മറന്നുപോയി. അതുകൊണ്ടെന്താ, നമുക്ക് വീട്ടിലേക്ക് എത്തണമെങ്കിൽ വല്ലവൻ്റെയും പറമ്പിൽ കൂടെ ആശ്രയിക്കണം. എൻ്റെ പൊന്നാരി അനിയത്തി മാഗി ഉണ്ടാക്കി തരിക കേട്ടോ. ഹാൻസുമോൾ വന്നു. അടുത്ത ദിവസം ഞാൻ വീട്ടിലേക്ക് റിട്ടേൺ പോകുമ്പോൾ ഹാൻസുമോളെ കാണാതിരിക്കാൻ പറ്റുമോ? ചേർത്തലയിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഹാൻസുമോളെ കാണണം, അത് നിർബന്ധമാണ്. ഹാൻസുമോളെയൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? എന്തായാലും ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈ സാരി കണ്ടോ, ഇതിന് വെറും 256 രൂപയുള്ളൂ കേട്ടോ. നമ്മുടെ ചേർത്തല പ്രൈവറ്റ് സ്റ്റാൻഡിലുള്ള കടയില്ലേ, അവിടെയാണ് കേട്ടോ. ഞങ്ങൾ ആ സാരിയൊന്നും വാങ്ങിയില്ല. ഇത് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങാറുള്ള ഫ്രഷ് കപ്പോവറ വറുക്കുന്ന ചേട്ടൻ്റെ കട. ഇവിടെ 50 രൂപയ്ക്ക് കപ്പോവറയും വാങ്ങി കുറച്ച് നടന്നാലുണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖമാണ്. കപ്പോറേനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ഹാൻസുമോൾ ഒന്ന് പോയേടി അവിടുന്ന് എന്നുള്ളതായിരുന്നു ആ എക്സ്പ്രഷൻ. അപ്പോൾ